പ്രിയമുള്ളവരെ, വചനജ്വാല 1360 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 22 വ്യാഴാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. മാതാവിന്റെ വണക്കമാസം 22 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ സങ്കീർത്തനങ്ങൾ 117ഉം 118ഉം നമ്മൾ ഇന്ന് വായിക്കുകയാണ്. 117 1, 2 വചനങ്ങൾ മാത്രമേ ഉള്ളൂ. കർത്താവിനെ സ്തുതിക്കുവിൻ, ജനതകളെ കർത്താവിനെ സ്തുതിക്കുവിൻ, ജനപദങ്ങളെ അവിടുത്തെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള അവിടുത്തെ കാരുണ്യം ശക്തമാണ്, കർത്താവിന്റെ വിശ്വസ്തത എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനെ സ്തുതിക്കുവിൻ. നമ്മൾ 118 സങ്കീർത്തനത്തിലേക്ക് പ്രവേശിക്കുന്നു. വിജയം ലഭിച്ചതിന് നന്ദി. കർത്താവിനെ കൃതജ്ഞത അർപ്പിക്കുവിൻ, അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് ഇസ്രായേൽ പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് അഹ്റോന്റെ ഭവനം പറയട്ടെ. അവിടുത്തെ കാരുണ്യം ശാശ്വതമാണെന്ന് കർത്താവിന്റെ ഭക്തന്മാർ പറയട്ടെ. ദുരിതങ്ങളിൽ അകപ്പെട്ടപ്പോൾ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എന്റെ പ്രാർത്ഥന കേട്ട് അവിടുന്ന് എന്നെ മോചിപ്പിച്ചു. കർത്താവ് എന്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യാൻ കഴിയും? എന്നെ സഹായിക്കാൻ കർത്താവ് എന്റെ പക്ഷത്തുണ്ട്. ഞാൻ എന്റെ ശത്രുക്കളുടെ പതനം കാണും. മനുഷ്യനിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ കർത്താവിൽ അഭയം തേടുന്നത് നല്ലത്. ജനതകൾ എന്നെ വലയം ചെയ്തു, കർത്താവിന്റെ നാമത്തിൽ ഞാൻ അവരെ നശിപ്പിച്ചു. അവരെന്നെ വലയം ചെയ്തു, എല്ലാ വശത്തു നിന്നും അവരെന്നെ വളഞ്ഞു. കർത്താവിന്റെ നാമത്തിൽ ഞാൻ അവരെ വിച്ഛേദിച്ചു. തേനീച്ച പോലെ അവരെന്നെ പൊതിഞ്ഞു. മുൾപ്പടർപ്പിന് തീപിടിച്ച പോലെ അവർ ആളിക്കത്തി. കർത്താവിന്റെ നാമത്തിൽ ഞാൻ അവരെ വിച്ഛേദിച്ചു. അവർ തള്ളിക്കയറി, ഞാൻ വീഴുമായിരുന്നു. എന്നാൽ കർത്താവിന്റെ സഹായത്തിനെത്തി. എൻ്റെ കർത്താവ് ബലവും എൻ്റെ ഗാനവുമാണ്. അവിടുന്ന് എനിക്ക് രക്ഷ നൽകി. ഇതാ, നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയഘോഷം ഉയരുന്നു. കർത്താവിന്റെ വലതു കൈ കരുത്ത് പ്രകടമാക്കി. കർത്താവിന്റെ വലതു കൈ മഹത്വമാർജിച്ചിരിക്കുന്നു. കർത്താവിന്റെ വലതു കൈ കരുത്ത് പ്രകടമാക്കി. ഞാൻ മരിക്കുകയില്ല, ജീവിക്കും. കർത്താവിന്റെ പ്രവൃത്തികൾ പ്രഘോഷിക്കും. കർത്താവ് എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാൽ അവിടുന്ന് എന്നെ മരണത്തിനേൽപ്പിച്ചില്ല. നീതിയുടെ കവാടങ്ങൾ എനിക്കായി തുറന്നു തരിക. ഞാൻ അവയിലൂടെ പ്രവേശിച്ച് കർത്താവിന് നന്ദി പറയട്ടെ. ഇതാണ് കർത്താവിന്റെ കവാടം, ഞാൻ നീതിമാന്മാർ ഇതിലൂടെ പ്രവേശിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. അവിടുന്ന് എന്റെ പ്രാർത്ഥന കേട്ട് എന്നെ രക്ഷിച്ചു. ഞാൻ അവിടത്തേക്ക് നന്ദി പറയും. പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിന്റെ പ്രവൃത്തിയാണ്. ഇത് നമ്മുടെ ദൃഷ്ടിയിൽ വിസ്മയാവഹമായിരിക്കുന്നു. കർത്താവ് ഒരുക്കിയ ദിവസമാണിന്ന്. ഇന്ന് സന്തോഷിച്ചുല്ലസിക്കാം. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു, ഞങ്ങൾക്ക് വിജയം നൽകണമേ. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഞങ്ങൾ കർത്താവിന്റെ ആലയത്തിൽ നിന്ന് നിങ്ങളെ ആശീർവദിക്കും. കർത്താവാണ് ദൈവം, അവിടുന്നാണ് നമുക്ക് പ്രകാശം നൽകിയത്. മരച്ചില്ലകളേന്തിയ പ്രദക്ഷിണം തുടങ്ങുവിൻ, ബലിപീഠത്തിങ്കിലേക്ക് നീങ്ങുവിൻ. അങ്ങാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കും. അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തും. കർത്താവിനെ കൃതജ്ഞത അർപ്പിക്കുവിൻ.
അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. നമ്മുടെ ദൈവമായ കർത്താവിന് സ്തുതി. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് കാഷ്യായിലെ വിശുദ്ധ റീത്തായെ അനുസ്മരിക്കുന്ന ദിവസമാണ്. മർഗരീത്ത എന്ന മാമോദീസ പേര് ലോപിച്ച് റീത്തയായത്. അംബ്രയായിലെ അപ്പനിയൻ പർവ്വതങ്ങളിലെ കർഷകരായിരുന്നു അവളുടെ മാതാപിതാക്കൾ. യേശുക്രിസ്തുവിന്റെ സമാധാന പാലകർ എന്നാണ് അയൽക്കാർ ഇവരെ വിളിച്ചിരുന്നത്. വാർദ്ധക്യത്തിൽ ജനിച്ച ഏകപുത്രി റീത്ത ഏകാന്തമായി ജീവിക്കാൻ അഗസ്തീനിയൻ മഠത്തിൽ ചേരാൻ ആഗ്രഹിച്ചു. എങ്കിലും മാതാപിതാക്കൾ ഭയങ്കര മുൻകോപിയായപ്പോൾ ഫെർഡിനൻഡിനെ വിവാഹം ചെയ്തു കൊടുത്തു. വിവാഹം ദൈവ തിരുമനസ്സായി റീത്ത സ്വീകരിച്ചു. ഭർത്താവ് റീത്തയുടെ ഭക്തി ഇഷ്ടപ്പെട്ടിരുന്നില്ല. കുടിച്ച് മതോന്മത്തനായി വന്ന് കഠിനമായി ദ്രോഹിച്ചിരുന്നു. 2 ആൺകുട്ടികളുണ്ടായി. അവർ ദിനംപ്രതി അമ്മയോടൊപ്പം ദിവ്യബലിയിൽ സംബന്ധിച്ചിരുന്നു. അവരുടെ പ്രാർത്ഥനകളും പ്രായശ്ചിത്തങ്ങളും ദരിദ്ര സന്ദർശനങ്ങളും മൂലം ഭർത്താവ് മാനസാന്തരപ്പെട്ടു. എന്നാൽ ഒരു വനത്തിൽ വെച്ച് ആരോ അയാളെ വധിച്ചു. റീത്ത ഘാതകരോട് ക്ഷമിച്ചു. എന്നാൽ മക്കൾ പ്രതികാര ചിന്തയിൽ വളർന്നു. അവർ ആ ഘാതകനെ കൊല്ലുന്നതിന് മുൻപ് അവർ മരിച്ചാൽ മതിയെന്ന് സ്ഥിരമായി റീത്ത പ്രാർത്ഥിച്ചിരുന്നു. ആ വർഷം 2 മക്കളും പിതൃഘാതകരോട് ക്ഷമിച്ച് മരിച്ചു. 30-ാം വയസ്സിൽ വീണ്ടും അഗസ്തീനിയൻ മഠത്തിൽ ചേരാൻ പ്രത്യേക അനുമതി നിഷേധിച്ചു. ഒരു രാത്രി വിശുദ്ധ അഗസ്തീനും സ്ഥാപകനായ ഹന്നാനും ചേർന്ന് റീത്തായെ ആ മഠത്തിലാക്കി. നേരം വെളുത്തപ്പോൾ സഹോദരിമാർ റീത്തായെ കണ്ട് വിസ്മയിച്ചു. വാതിൽ അടഞ്ഞു തന്നെയാണ് കിടന്നിരുന്നത്. റീത്തായുടെ വാക്ക് കേട്ട് അവിടെ അവരെ ചേർക്കുകയും 56-ാം വയസ്സിൽ പീഡാനുഭവ ധ്യാന സമയത്ത് കർത്തൃസന്നിധിയിലേക്ക് എത്തി. റീത്തായുടെ വാക്ക് കേട്ട് അവിടെ അവർ ചേർക്കുകയും ചെയ്തു. 56-ാം വയസ്സിൽ പീഡാനുഭവ ധ്യാന സമയത്ത് കർത്തൃരൂപത്തിലെ മുടിയിൽ നിന്നും കുറെ രശ്മികൾ നെറ്റിയിൽ പതിച്ചു. ഒരു മുള്ള് നെറ്റിയിൽ തറച്ച് മുറിവ് ഉണങ്ങാതെ 8 വർഷം ഒരു മുറിയിൽ ഏകാന്തമായി കഴിഞ്ഞു. വിശുദ്ധ ബെനഡിക്റ്റിന്റെ നാമകരണത്തിന് റോമിൽ പോയപ്പോൾ വ്രണം സുഖപ്പെട്ടു. 144 കിലോമീറ്റർ നടന്നാണ് പോയത്. 7-ാം വർഷം റീത്ത മരിച്ചു. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥ എന്നാണ് വിശുദ്ധ റീത്ത അറിയപ്പെടുക. പ്രിയമുള്ളവരെ, ഇന്ന് തന്നെ ബ്രിട്ടനിലെ വിശുദ്ധ ഐവോ ഹെലറിയെ കൂടി അനുസ്മരിക്കുന്നു. ചെറുപ്പം മുതൽ തന്നെ ഒരുപാട് പരിത്യാഗ പ്രവൃത്തികളിലൂടെ ജീവിച്ച് പൗരോഹിത്യം സ്വീകരിച്ച ശേഷം വികാരി ആയിരുന്നപ്പോഴും റൊട്ടിയും വെള്ളവും മാത്രം ഭക്ഷിച്ച് ഉപവാസത്തോടെയാണ് കഴിഞ്ഞിരുന്നത്. ഒരു ആശുപത്രി പണികഴിപ്പിക്കുകയും രോഗികളെ ശുശ്രൂഷിക്കുകയും ചെയ്തിരുന്നു. പ്രായശ്ചിത്തത്തിന്റെ ആധിക്യം മൂലം 50-ാം വയസ്സിൽ ക്ഷീണിതനായി മരക്കമ്പ് കൊണ്ടുണ്ടാക്കിയ തന്റെ ശയ്യയിൽ അന്ത്യകൂദാശ സ്വീകരിച്ച് ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അദ്ദേഹത്തിന്റെ തിരുശേഷിപ്പുകൾ സ്വന്തമാക്കാൻ പ്രഭുക്കന്മാർ പരസ്പരം മത്സരിക്കുകയായിരുന്നു. പ്രിയരെ, കാഷ്യായിലെ വിശുദ്ധ റീത്തായുടെയും ബ്രിട്ടനിലെ വിശുദ്ധ ഐവോ ഹെലോറിയുടെയും മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വ്യാഴാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.